Working of training testing on. First of all, എങ്ങനെയാണ് എന്താണ് AI? നിങ്ങൾക്ക് അറിയില്ല. രണ്ടാമത്തെ എങ്ങനെയാണ് AI വർക്ക് ചെയ്യുന്നത്? AI വർക്ക് ചെയ്യുന്നത് സെറ്റ് ഓഫ് ഡാറ്റ. നമ്മൾ കൊടുക്കുന്ന സെറ്റ് ഓഫ് ഡാറ്റ ആൻഡ് ഇറ്റ്സ് റൂൾസ്. നമ്മൾ കൊടുക്കുന്ന ഒരു ആൽഗോരിതം ബേസ്ഡ് ആണ് AI മൊത്തം വർക്ക് ചെയ്യുന്നത്. ഈ ആൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു ആൽഗോരിതം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ആൽഗോരിതത്തിൽ അത് പ്രെഡിക്റ്റ് ചെയ്യും. അതിന്റെ എന്തായിരിക്കും അതിന്റെ ഔട്ട്കം ഒരു പാറ്റേൺ അനുസരിച്ച് അത് പ്രെഡിക്റ്റ് ചെയ്യും, ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന എല്ലാത്തിലും ഇപ്പം ഫേസ് ഡിറ്റക്ഷൻ, നിങ്ങൾ ഫോൺ അൺലോക്ക് ചെയ്യില്ലേ, ഫേസിൽ ഫോൺ അൺലോക്ക് ചെയ്യില്ലേ, ആ ഫോൺ അൺലോക്ക് ചെയ്യണ എല്ലാത്തിലും അതിലിപ്പോ നിങ്ങൾ ഫസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് കാണിച്ചു കൊടുക്കണം അല്ലേ? ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം പല ഫേസിന്റെ പല ഭാഗങ്ങളായിട്ട് കാണിച്ചു കൊടുത്താലേ എന്താ അതൊരു ടിക്ക് ഇടും, സേവ് ആയി. പിന്നെ നിങ്ങളെ ഫേസ് അത് മൊബൈൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഫേസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഫേസ് കാണിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അൺലോക്ക് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ മ്യൂസിക് ആപ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്പോട്ടിഫൈ കാണാൻ തന്നെ നിങ്ങളൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പാട്ടിനനുസരിച്ച് സെയിം ജോണറിലെ സെയിം അല്ലെങ്കിൽ സെയിം ആർട്ടിസ്റ്റിന്റെ സോങ്സ് ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് കാണിച്ചു തരാം. അതൊക്കെ ഇതാക്കില്ല. പിന്നെ സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ഇപ്പൊ നമ്മൾ ഓടുമ്പോ തന്നെ ഇപ്പൊ ടെസ്ലന്റെ സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഒക്കെ എങ്ങനെയാണ് ഇപ്പം എവിടെയൊക്കെ നിർത്തണം, ഇപ്പൊ റെഡ് ലൈറ്റ് കത്തുമ്പോൾ നിർത്തണം, അല്ലെങ്കിൽ റെഡ് ലൈറ്റ് കത്തുമ്പോൾ നിർത്തണം, അതൊക്കെ കാണിച്ചിട്ട് ഈ AI വെച്ചിട്ട് തന്നെയാണ് സെൽഫ് ഡ്രൈവിംഗ് കാർസ്. പിന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാര് ആരൊക്കെ കളിച്ചിട്ടുണ്ട്? എല്ലാവരും കളിച്ചിട്ടുണ്ടല്ലോ. ഇത് കളിച്ചാത്ത ഒരാളുണ്ടാവില്ല. ഫസ്റ്റത്തെ കളിച്ചാത്ത ഒരാളുണ്ടാവില്ല. ഈ മേരിയോ എങ്ങനെ AI യൂസ് ചെയ്ത് ഓട്ടോമാറ്റിക് ഈ മേരിയോ കളിക്കൽ എങ്ങനെ പഠിക്കാൻ AI കഴിയും. അതെങ്ങനെയാണ് ഓട്ടോമാറ്റിക് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ആൽഗോരിതം തന്നെ വർക്ക് ചെയ്യാൻ വെച്ചാൽ ഇതിപ്പോ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് അറിയാം. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്നാൽ AI ഇപ്പം കളിച്ചു ഗെയിമിന് ശേഷം 200-300 പ്രാവശ്യം ഗെയിം കളിച്ച് കളിച്ചോണ്ടേ കളിച്ച് അതിൽ ഓരോ മിസ്റ്റേക്സ് ഇപ്പൊ പോയിടുത്ത് അല്ലെങ്കിൽ അനോമിനേറ്റ് തട്ടുക, അതൊക്കെ ഒരു മിസ്റ്റേക്ക് അല്ലേ. ആ മിസ്റ്റേക്കിന് എന്ത് ചെയ്യും, പഠിച്ചിട്ട് പിറ്റത്തെ പ്രാവശ്യം അവിടുന്ന് വേറെ ആക്ഷൻ ചെയ്യും. പക്ഷെ ചാടിപ്പോയാൽ അവിടെ സക്സസ് ആവും. സക്സസ് ആയി കഴിഞ്ഞാൽ അവിടെ വിജയമാണ്. ഒരു പോയിന്റ് ആക്കി എടുത്തിട്ട് അവിടുന്ന് അങ്ങനെയാണ് ഈ AI നിയർലി 2000, 3000, 4000 പ്രാവശ്യം ഗെയിം കളിക്കും. അങ്ങനെ കളിച്ചിട്ട് AI ജയിക്കോളും. അത്ര സ്ലോ ലേണിംഗ് ആണ് ഈ AI. ഇപ്പം ഇത് പഠിക്കല് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ് മെത്തേഡാണ്. Designing a reward system that can encourage AI to achieve specific goals such as collecting coins, avoiding enemies. For coins enemies avoid ചെയ്യുക, അതൊക്കെ ഓരോ പോയിന്റ് ആക്കി പോയിന്റ് ചെയ്തിട്ട് ആ പോയിന്റ് കൂട്ടി എത്രത്തോളം കൂടുതൽ പോയിന്റ് ആണ് AI കിട്ടാനാണ് അപ്പൊ പഠിച്ചതല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫസ്റ്റ് കളിയിൽ പോയിന്റ് വരും, അപ്പൊ തോറ്റി അവർ നെഗറ്റീവ് മാറ്റായിരിക്കും. രണ്ടാമത്തെ പ്രാവശ്യം അവിടുന്ന് വേറെ ആക്ഷൻ ചെയ്യും, ചാടി പോകും, അപ്പൊ അതിൽ സക്സസ് ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും, പഠിച്ച് വന്നിട്ടാണ് നിയർലി 4000 പ്രാവശ്യം ഗെയിം കളിക്കണം. ഈ മെത്തേഡാണ് യൂസ് ചെയ്യുക, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇതേമാതിരി സംഭവമാണ് ഇപ്പൊ മെയ്സിൽ നമ്മളൊരു പണ്ടത്തെ നോട്ട്ബുക്കിലെ മെയ്സ് വരക്കില്ലേ, ആ മെയ്സിൽ കാണല്ലേ. ഫസ്റ്റ് വരക്കുമ്പോ എന്ത് ചെയ്യും, ഒരു ഡെലന്റ് കെട്ടി പിന്നെ നമ്മളെ വൈക്ക് പോകില്ല, പിന്നെ വേറെ വൈക്കാൻ പോവാ അല്ലെ. നമ്മൾ ഓരോ തെറ്റും എന്ത് ചെയ്യും, പഠിച്ച് വന്നിട്ടാണ് ഈ ലേണിംഗ് ഈ AI പഠിക്കൽ അങ്ങനെയാണ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, ക്യൂ ലേണിംഗ് എന്ന് പറയും. ഇനി AIന്റെ ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ്. എന്താണ് ഡാറ്റ സെറ്റ്? ഡാറ്റ സെറ്റ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഡാറ്റ, അത് ഇമേജസ്, നിങ്ങളെ ഇമേജ്, എല്ലാവരും ഇമേജുകൾ അല്ലെങ്കിൽ ലോകത്തെ എല്ലാ ഇപ്പം GPT എന്ത് ഇമേജ് കൊടുത്താലും മനസ്സിലാക്കേണ്ടതാണ്. ലോകത്തെ എല്ലാ ഇമേജും വെച്ചിട്ട് അതിനെ ട്രെയിൻ ചെയ്തതാണ്. ഡാറ്റ സെറ്റ് അതാണ് എന്താ വെച്ചാൽ എല്ലാ ടൈപ്പ് ഇമേജസ്, ടെക്സ്റ്റ്, വീഡിയോസ് ഒക്കെ ഡാറ്റ സെറ്റിൽ ഉൾപ്പെട്ടതാണ്. എങ്ങനെയാണ് ഈ ഡാറ്റ സെറ്റ് ഉണ്ടാകാം? ജസ്റ്റ് ഒരു എക്സൽ ഷീറ്റ് മതിയാണ് ഡാറ്റ സെറ്റ് ആണ്. ഇപ്പൊ നോക്കി ഇപ്പൊ ഇത് 4 എക്സൽ ഷീറ്റ് ഉണ്ടാകാം.
കുറെ കളികളുണ്ടോ, അതെന്നെ ഡാറ്റ സെറ്റ് ആണ്. ഇമേജിന്റെ ഡാറ്റ സെറ്റ് ആണ്, ഇമേജ് ആണ്, ജസ്റ്റ് ഇമേജുകൾ മാത്രം. ഈ ഡാറ്റ സെറ്റിനെ 3 പീസ് ആക്കും ട്രെയിൻ ചെയ്യുമ്പോൾ. അതിലിപ്പോ ട്രെയിനിങ് സെറ്റ്, വാലിഡേഷൻ സെറ്റ്, ടെസ്റ്റ് സെറ്റ്. ട്രെയിനിങ് സെറ്റ് അറിയുമ്പോൾ 70 to 80% ഡാറ്റ സെറ്റ് ഇപ്പം ഒരു 1000 റോ ഡാറ്റ ഉണ്ട്, അതിൽ 800 ഡാറ്റ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യാം. ബാക്കി 100 ഡാറ്റ വാലിഡേഷൻ ചെയ്യാൻ, ബാക്കി 200 ഡാറ്റ ടെസ്റ്റ് ചെയ്യാൻ. എങ്ങനെ ചെയ്യാറ് ഇതാണല്ലേ. ഇപ്പൊ ഞാൻ ഡാറ്റ സെറ്റ്, നിങ്ങളിപ്പോ മ്യൂസിക് ആപ്പ് ഒക്കെ അല്ലേ, മ്യൂസിക് ആപ്പ് ചില ആപ്പ് കുറച്ച് തുറന്നുള്ള ഏജ് ചോദിക്കും അല്ലേ. ഏജ് ചോദിക്കാറില്ല. ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതൊക്കെയാണ്. ഒരിക്കൽ ശേഷം 10, 2000, 3000 ആൾക്കാരുടെ ഡാറ്റ എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഓരോ ഏജ് അനുസരിച്ച് ഓരോ ഇഷ്ടമുള്ള പാട്ട് ചോദിക്കും. എന്നിട്ട് ആ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾ ഏജ് കൊടുക്കുമ്പോൾ ആ ഏജിന് പറ്റിയ ജോണർ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മ്യൂസിക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചാറ്റ്ജിപിടിനെ അത് എത്താനില്ല യൂസ് ചെയ്യാനാണെങ്കിൽ. ചാറ്റ്ജിപിടി എങ്ങനെ ട്രെയിൻ ചെയ്യാറ്? ഫോർ എക്സാമ്പിൾ ഞാൻ ഉണ്ടാക്കാം, ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ആ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആപ്പിൾ ഏതാണ്, ഓറഞ്ച് എന്ന് മനസ്സിലാവും. ജസ്റ്റ് അത് എന്ത് ആപ്പ് കൊടുത്താലും ആപ്പിളിന്റെ ഏത് ഭാഗം കൊടുത്താലും അത് ആപ്പിൾ മനസ്സിലാവും. ഓറഞ്ച് കൊടുത്താലും ഓറഞ്ചിന്റെ എന്ത് കൊടുത്താലും അതിന് ഓറഞ്ച് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഓറഞ്ചിന്റെ 10,000-2000 ഇമേജ് കൊടുക്കും. എന്നിട്ട് അത് ഓറഞ്ച് എന്ന് പറഞ്ഞോളൂ. ഓറഞ്ച് മനസ്സിലാവും. 2000 പ്രാവശ്യം കാണുന്നത് മനസ്സിലാവും, ഓറഞ്ച് മനസ്സിലാവും. പിന്നെ ആപ്പിൾ അതേമാതിരി കൊടുക്കും. പിന്നെ അതിന് എന്ത് ചെയ്യും, പഠിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഈ ആപ്പിൾ ഏതാണ്, ഓറഞ്ച് ഏതാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം കിട്ടുന്ന ഒരു ഫലം മോഡൽ, ഈ AI മോഡൽ. ഈ മോഡൽ യൂസ് ചെയ്തിട്ടാണ് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇപ്പൊ ചാറ്റ്ജിപിടിക്ക് ഒരു മോഡൽ ഉണ്ടാവും, അത് ഏകദേശം 1000 TB കണ്ടാവും, 100 TB കണ്ടാവും, 1,00,000 GB ആണ്, 100 TB ആണ്. അത്ര വലിയ ഡാറ്റ ഫയൽ ഉണ്ടാവും, ഒരു മോഡൽ ഫയലാണ്. അപ്പൊ നിങ്ങൾ ചാറ്റ്ജിപിടി 3.5 നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്രീ വേർഷൻ അല്ലേ GPT യൂസ് ചെയ്യണം. ആ വേർഷന് ഏകദേശം 45,000 GB ഡാറ്റ ഉണ്ട്. 45,000 GB ഡാറ്റ എത്ര ഉണ്ടാവും? ഇപ്പൊ ഞാൻ കാണിച്ചപ്പോൾ 1000 മ്യൂസിക്കിന്റെ ലിസ്റ്റ് വരെ അപ്പൊ 45,000 GB ഡാറ്റ അറിയുമ്പോ എത്ര ഉണ്ടാവും? GPT-4 പെയ്ഡ് വേർഷൻ ആണ്. അതിന്റെ GB ആണെങ്കിൽ 1,000,000 GB ആണ്. കാരണം ഇതെല്ലാം ഇമേജും മനസ്സിലാക്കണം. ഇപ്പൊ ഇമേജ് ഇട്ട് കൊടുത്താൽ എന്താ ഡിറ്റക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഫുഡ് സ്റ്റെപ്പ് ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരു നനഞ്ഞ ഫുഡ് സ്റ്റെപ്പാണ് ഒരു ഫോട്ടോ അയച്ചിട്ട് വീടിന്റെ ആ വീട്ടിൽ നനഞ്ഞ ഫുഡ് സ്റ്റെപ്പ് ഉണ്ടായാൽ പുറത്ത് മയക്കുന്നത് ഒക്കെ AI മനസ്സിലാക്കും. ഒരു ഡിറ്റക്റ്റീവ് ആയിട്ട് AI വർക്ക് ചെയ്യും. GPT-4 പ്രത്യേകത ഭയങ്കര പവർഫുൾ ആയിരിക്കും. ഇതൊക്കെ